സയൻസ് സിറ്റിക്കകത്തുള്ള റോപ്പ്വേയുടെ ഏരിയ, എക്സിറ്റിൻ്റെ സൈഡിലുള്ളത്. അതായത് അതിനകത്തുള്ളത് തിരിച്ച് വെളിയിലേക്ക് പോകാൻ പോവാണ്. റോപ്പ്വേയിൽ കയറി അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഇവിടെ 75 രൂപയാണ് ടിക്കറ്റ് എന്ന് വെളിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം സെയിം ടിക്കറ്റ് ചാർജ് തന്നെ ആയിരിക്കും. എന്തായാലും നോക്കാം. 1 വേ ആണ് 75 രൂപയ്ക്ക്. നോക്കട്ടെ. റോപ്പ്വേയിൽ പോകാൻ വേണ്ടി 75 രൂപയുടെ ടിക്കറ്റും എടുത്തു. അതിനിവിടെ നിൽക്കുകയാണ്. ഇതാ നമുക്ക് വളരെ റോപ്പ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് തിരിച്ചു പോകുന്നത് എക്സിറ്റിലേക്കാണ് പോകുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി വരികയാണെങ്കിൽ എൻട്രൻസ് പോയിന്റ് വരെ നിന്ന് അകത്തേക്ക് എൻട്രി ടിക്കറ്റും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 140 രൂപയ്ക്ക് ഇവിടെ വരാം. അല്ലെങ്കിൽ ഇവിടെ അകത്ത് കയറിയതിന് ശേഷം 75 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ റോപ്പ് ടിക്കറ്റ് എടുത്ത് വെളിയിലേക്കും പോകും. ഇതാണ് വരൽ കണക്റ്റഡ് ആണ്. ഇങ്ങനെ റോപ്പ് കൂടെ തന്നെയാണ് കണക്ട് ചെയ്ത് പോകുന്നത്. നമ്മൾ ഡാർജിലിങ്ങിലൊക്കെ ആണെങ്കിൽ കേബിളിൽ ഇങ്ങനെ എടുത്ത് കണക്ട് ചെയ്ത് വിടുകയായിരുന്നു ചെയ്തത്. ഇതിൽ ഫിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോവാണ്. റോപ്പ് വേ സ്പീഡ് കൂടിയിരിക്കുകയാണ്. റോപ്പയുടെ സ്പീഡ് കൂടി വളരെ സ്പീഡിൽ താണ്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട വിസിറ്റിംഗ് ഏരിയയുടെ എല്ലാ 3D സിനിമയുടെ ഒക്കെ ഏരിയയിൽ കൂടെയാണ് അങ്ങനെ കയറി പോകുന്നത്. ഈ സൈഡിൽ നമ്മുടെ ഡൈനോസർ പാർക്ക്, ഇവല്യൂഷൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഏറ്റവും മുകളിലെത്തി ഇങ്ങോട്ട് ഓപ്പോസിറ്റിലേക്ക് വരുന്ന റോപ്പ് വേ കാണാം. ഓപ്പോസിറ്റിൽ വരുന്ന റോപ്പ് വേ പോകുന്നു. ഇവിടെ താഴേക്ക് നമ്മൾ നടന്നു പോയിട്ടുള്ള ഗാർഡൻ്റെ എല്ലാം വ്യൂ ആണിത്. സൂപ്പർ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത്. ഫുള്ളാണ് നമ്മുടെ ആസാദിക അമൃത മഹോത്സവ് ബോർഡ്, ബാക്കി കാര്യങ്ങൾ, ഗാർഡൻ ഫുള്ള്. ഈ സയൻസ് സിറ്റിയുടെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ഉണ്ട് റോപ്പ് വേക്കകത്ത് നമുക്ക് കിട്ടുന്നത്. ബാക്കിലേൽ ആളില്ല, ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്തോ പിടിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കാണ് അവിടെ നിന്ന് ആളിനെ കയറ്റി വിടാൻ വേണ്ടിയായിരിക്കും എനിക്ക് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഏറ്റവും മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. മുകളിലെത്തിയപ്പോൾ ഒന്ന് സ്ലോ ആയി. റോപ്പ് വേയിൽ നിന്നുള്ള താഴോട്ടുള്ള വ്യൂ ആണിതെല്ലാം. നമ്മുടെ സയൻസ് സിറ്റിയുടെ ഓഡിറ്റോറിയം എല്ലാം ഇതിൻ്റെ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ വളരെ പതുക്കെയാണ് പോകുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന റോപ്പ് വേയിൽ അതിൻ്റെ ഓപ്പോസിറ്റിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന പയ്യനതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ്, അതൊക്കെ പോകുന്നു. താഴെ ഉള്ള കാഴ്ചകളെല്ലാം അടിപൊളിയാണ് കാണാൻ. റോപ്പിലുള്ള കാഴ്ച താഴേക്ക് നോക്കുമ്പോൾ എന്നാലും 75 രൂപ ടിക്കറ്റിൻ്റെ വർത്താണ്. നമ്മൾ ഡാർജിലിങ്ങിലും എല്ലാം റോപ്പ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക, നമ്മുടെ മലമ്പുഴ ഗാർഡനിലൊക്കെ കാണുന്ന പോലത്തെ റോപ്പ് വേ സിസ്റ്റമാണിത്. റോപ്പ് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നോക്കാം ഈ സൈഡിൽ ഉള്ള കാഴ്ചകൾ. ഇതാണ്ട് നമ്മുടെ കലാം സാറിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ മിസൈലിൻ്റെ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് മുകളിൽ താഴേക്ക് നോക്കി കാണാവുന്നതാണ്. മുകളിൽ കൂടെ ആ ബ്രിഡ്ജ് പോകുന്നുണ്ട്. ഒരു ബ്രിഡ്ജ് അങ്ങനെയൊക്കെ ഇറങ്ങി വരുന്നവരുണ്ട്. ITC സോന എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ITC സോന എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഉണ്ട്. ഇതാ വന്ദേ ഭാരത് ട്രെയിൻ അവിടെ ഓടുന്നുണ്ടെന്ന് അറിയത്തില്ല, ഇപ്പോൾ കാണാനില്ല. വന്ദേ ഭാരത് ട്രെയിൻ നേരത്തെ അവിടെ കിടന്നു. ആളുടെ ടിക്കറ്റ് കൗണ്ടർ നേരത്തെ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഓപ്പൺ ആയെന്ന് തോന്നുന്നു. എവിടെയാണ് വന്ദേ ഭാരതിൻ്റെ ട്രെയിൻ ഇതിനകത്ത് കൂടെ പോകുന്നതിൻ്റെ സ്റ്റോപ്പ്. അത് സ്റ്റോപ്പ് അവിടെയാണ്. സ്റ്റേഷനും ടിക്കറ്റ് കൗണ്ടറൊക്കെ നേരെ താഴെ കാണുന്നുണ്ട്. മിസൈലിൻ്റെ എല്ലാ വീഡിയോ കാണാം. വീണ്ടും സ്പീഡ് കൂടിയിരിക്കുകയാണ്. താഴെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. താഴെ കാണാവുന്നതാണ്. പാർക്ക്, എല്ലാ സംഭവങ്ങളും. നമ്മൾ തന്നെ മെയിൻ എൻട്രൻസ് ഗേറ്റിലേക്ക് എത്തുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് എൻട്രൻസ് ഗേറ്റിലെത്തി. നമ്മുടെ ഓപ്പോസിറ്റ് സെമിനാർ ഹാളിൻ്റെ ഏരിയ ആണത്. അങ്ങോട്ടേക്ക് പോകുന്ന റോപ്പ് ചെയ്താൽ പോകുന്നു. സെമിനാർ ഹാളിൻ്റെ ഏരിയ ആണ്. നമ്മുടെ ഓഡിറ്റോറിയം സെമിനാർ ഹാളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഇതിൽ നിന്ന് കാണാം റോപ്പ് വേയിൽ നിന്ന് കഴിഞ്ഞാൽ.
നമ്മുടെ സ്കൂൾ കുട്ടികളെല്ലാം സയൻസ് സിറ്റിയിലേക്ക് കയറാൻ വേണ്ടി എൻട്രൻസ് പോയിന്റിൽ കാത്തിരിക്കുകയാണ്. അവരെയും കാണാം നമുക്ക്. എന്താണ് സയൻസ് സിറ്റിയുടെ ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം. റോപ്പ് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഫുൾ ആക്റ്റീവായി. രാവിലെ വന്ന സമയത്ത് ഇത്ര ആളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല തിരക്കായി, ഫുള്ളായി. ഇതാ വാട്ടർ ഫ്ലോ ഫൗണ്ടൻ, അപ്പം ടാപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന മാജിക് വാട്ടർ ഫ്ലോയും കാര്യങ്ങളെല്ലാം കാണാം. നമ്മളിങ്ങനെ താഴെ റോപ്പ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. സോ സയൻസ് സിറ്റി റോപ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുമ്പോഴൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. 75 രൂപ ടിക്കറ്റാണ്, എന്നാലും വർത്താണ് സംഭവം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ. നമ്മളിപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.